ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ സാധനം മേടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയാണ് കേട്ടോ പോകുന്നത്. തൊട്ടടുത്തുള്ള നെസ്റ്റോയിലാണ് പോകുന്നത്. അപ്പോൾ നെസ്റ്റോ വന്നിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. ഒരു ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ അകത്ത് കയറിയതും എപ്പോഴത്തെയും പോലെ ഇത്തവണയും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറിയ പാടെ തന്നെ ട്രോളിയിൽ വാവേനെ ഇരുത്തി. സാധാരണ ഇരുത്തുമ്പം തന്നെ കരച്ചു തുടങ്ങുന്നതാണ്, പക്ഷേ ഇത്തവണ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. അടങ്ങി ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാ ഐറ്റംസും ഇത്തവണ മേടിക്കണം. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പച്ചക്കറിയുടെ സെക്ഷനിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പച്ചക്കറിക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അന്ന് ചില സാധനത്തിനെല്ലാം ഓഫറും ഉണ്ടായിരുന്നു. അതുപോലെ ചിക്കന് ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചിക്കനാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ചിക്കനൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഫിഷിൻ്റെ സെക്ഷനിലോട്ട് പോയി. രണ്ടും തൊട്ടടുത്തുള്ള സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ഒരുപാട് വെറൈറ്റി ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് മിക്കവാറും മേടിക്കുമ്പോൾ ഫിഷ് നല്ല ഫ്രഷ് ആയിരിക്കും. ഇത്തവണ അങ്ങനെ കുറച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ചില മീനിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ അയിലക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ഫ്രഷും ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ മിക്കവാറും മീൻ മേടിക്കുന്ന കേട്ടോ. ഒരു തവണ മാത്രം നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ തവണയും നല്ല ഫ്രഷ് മീനായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ ഫിഷിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് ലിവർ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ആയി നമ്മൾ ലിവറൊക്കെ മേടിച്ചിട്ട്. അങ്ങനെ അതും കൂടി ഒന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ മട്ടൻ്റെ ഉണ്ടായിരുന്നു, ബീഫിൻ്റെ ഉണ്ടായിരുന്നു. രണ്ടും ഏകദേശം ഒരു റേറ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ മട്ടൻ്റെ ഇവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചൊവയാണ്. അതുകൊണ്ട് നമ്മൾ ബീഫിൻ്റെയാണ് മേടിക്കുന്നത്. പിന്നെ ഇവിടെയും ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ചിക്കനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ ഐസുവിന് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തിരിക്കുന്ന പ്ലം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സാധനം എടുക്കുന്ന ടൈമിൽ തന്നെ ആൾ നല്ല പോലെ കൂടിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കാവുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഓറഞ്ചിനും മുസമ്പിക്കൊക്കെ മിക്കവാറും ഭയങ്കര ഓഫറായിരിക്കും കേട്ടോ. നല്ല വിലക്കുറവിലൊക്കെ കിട്ടും. ഇത്തവണ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഏത്തയ്ക്കൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് തക്കാളിയും പിന്നെ കുറച്ച് മല്ലിയിലയും ഒക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ എടുക്കാൻ എനിക്ക് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെയും കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കുന്നു. ഐസു ആണെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ഒരു ട്രോളിയിൽ ഇതുപോലെ തന്നെ ഒരു വാവ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റും പിടിച്ചുകൊണ്ട് ആൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം മെഹന്തിയൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഒരു മെഹന്തി കൂടി മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ടൈപ്പിലുള്ള മെഹന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര സമയമെടുത്ത് വരച്ചൊക്കെ നോക്കിയിട്ടാണ് മേടിച്ചത്. പക്ഷേ വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ സാധനം. വീട്ടിലെത്തിയ ടൈമിൽ നമ്മൾ നോക്കിയപ്പോൾ സംഭവം ഉണ്ടായിരുന്നില്ല. അതെവിടെയോ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അവിടുത്തെ സെയിൽസ്മാൻ വന്ന് ഐസുവിന് മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എപ്പോൾ പുറത്തിറങ്ങിയാലും എവിടെന്നെങ്കിലും ഐസുവിന് മിഠായിയൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ ഇത്തവണയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്നേഹത്തോടെ വെച്ച് നീട്ടുന്ന കവറൊക്കെ ഒന്ന് പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ആൾക്ക് അപ്പം തന്നെ അത് കഴിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ സാധനമൊക്കെ ഒന്ന് ബില്ലടിക്കുവാണ്. എന്താ ഭാഗ്യത്തിൽ ബില്ലടിക്കുന്ന സ്ഥലത്ത് മാത്രം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഐസിന് മിഠായിയൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി മിഠായി ആയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ടാക്സിയൊക്കെ പിടിച്ച് പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ വീട്ടിൽ ചെന്ന പാടെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനും റൈസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ കൂടെ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒനിയനും ലെമണും പിന്നെ ചില്ലിയും ആയിരുന്നു കേട്ടോ. പിന്നെ തക്കാളിയുടെ ഒരു ചട്നിയും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ചിക്കൻ വരുന്നത്. പിന്നെ സെപ്പറേറ്റ് റൈസും ഉണ്ടാവും, പുലാവ് പോലത്തെ. പക്ഷേ ഈ സംഭവം എനിക്ക് അത്ര ഇഷ്ടമല്ല. ടേസ്റ്റൊക്കെ ഉണ്ട്, എന്നാലും വലിയ ടേസ്റ്റൊന്നും പറയാനില്ല കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.